പ്രമേഹം പോലെ തന്നെ നമുക്ക് പിടിപെടുന്ന വേറൊരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ. അത് ആക്ച്വലി ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. മുന്നേ ഉള്ളത് പഴയ ആൻഷ്യൻ പീപ്പിൾസിനൊക്കെ ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഇല്ല, ഉണ്ടായതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ മെഡിസിനുകൾ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ 1-2 പേർക്ക് ഉണ്ടായിരിക്കാം. കാരണം 4448 ഡിസീസസും അതിൻ്റെ 7200-72,000-ഓളം ഡിസീസും, അതായത് അതിൻ്റെ സബ് ഡിസീസും ശരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ട്. സിദ്ധേഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ള അതിൽ വരുന്ന മനുഷ്യന് വരുന്ന 4000-ഓളം അസുഖങ്ങൾക്കുള്ള മെഡിസിനും സിംറ്റംസും എല്ലാം ഓൾറെഡി റെക്കോർഡിക്കബിൾ ആണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഹൈപ്പർ ടെൻഷനും അതിൽ വരുന്ന ഒരു അസുഖമായതുകൊണ്ട് ചിലപ്പോൾ അന്നത്തെ ആൾക്കാർക്ക് 1-2 പേർക്ക് കണ്ടുവരാം. പക്ഷേ ഇന്നത് അങ്ങനെയല്ല, ഇത് കോമൺ ആണ്. ഇതിപ്പോൾ ഏജില്ല. മുൻകാലത്ത് 70 ഏജിന് ശേഷമാണെങ്കിൽ ഇന്ന് ഒരു 25 വയസ്സിന് ശേഷമുള്ള മിക്കവാറും പേർക്കും ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവുന്ന ഒരവസ്ഥ ഉണ്ട്. എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉപ്പ് കുറച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് കുറഞ്ഞ ആഹാരം കഴിച്ചില്ല അല്ലെങ്കിൽ ഡയറക്റ്റ് ഉപ്പ് കഴിക്കുന്നില്ല, ഇതിലൊന്നും അല്ല ഇത് കൺട്രോൾ ആവുന്നത്. ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ വ്യായാമം, തികഞ്ഞ വ്യായാമം ചെയ്യുക, യോഗ, ധ്യാനമുറകൾ നമ്മൾ ചെയ്തു തുടങ്ങുക. കൂടെ ഭക്ഷണ ക്രമീകരണം, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ടൈംലി ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡയറ്റീഷ്യന്മാർ, ഇപ്പോൾ മുക്കിലും മൂലയ്ക്കും ഡയറ്റീഷ്യന്മാരുണ്ട്. അവരെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവർ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ തരുന്നുണ്ട്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, നിങ്ങളെ ഡയറ്റ് കറക്റ്റായിട്ട് കൊണ്ടുവരൂ. എന്തുകൊണ്ടാണ് ഡയറ്റീഷ്യന്മാർ ഇങ്ങനെ പറയാനുള്ള അവസ്ഥ ഉണ്ടായതെന്ന് വെച്ചാൽ ശരിക്കും നമ്മളാരും തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല. മിക്കവാറും ആൾക്കാർ വിരുദ്ധാഹാരങ്ങൾ എന്നറിയപ്പെടുന്ന ആഹാരങ്ങളാണ് ചേർത്ത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള തൈരും മുട്ടയും ഇറച്ചിയും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിക്കുന്നത് വഴി വയറ് ഓൾറെഡി കൊളാപ്സ് ആയിരിപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഒരു സിറ്റുവേഷനിൽ ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പ് ഇപ്പോൾ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഡയറ്റീഷ്യൻ പോലെ തന്നെ മെഡിറ്റേഷൻ സെൻറ്റേഴ്സ് ഒത്തിരി ഉണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ഓരോരുത്തരും കൃത്യമായി ധ്യാനം ചെയ്യുന്നില്ല, കൃത്യമായി ഈ വ്യായാമം ചെയ്യുന്നില്ല. പണ്ടുള്ളത് പോലെയല്ലോ, ഇപ്പോൾ മുക്കിലും മൂലയ്ക്കും ജിമ്മും ഉണ്ട്, വർക്കൗട്ട് സെൻറ്റേഴ്സും ഉണ്ട്. കാരണം എന്താണ്? ഇത് തന്നെയാണ്. സോ ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ധ്യാനവും തന്നെയാണ്. അതിലുപരി സിദ്ധവൈദ്യത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കണ്ട രോഗങ്ങൾ ഇതിൽ ഓട്ടോഇമ്യൂൺ ഡിസീസിൽ ഒത്തിരി വരും. ആമവാദം അങ്ങനെ തുടങ്ങി സോറിയാസിസ്, സ്കിൻ ഡിസീസസ്, പിന്നെ വാദങ്ങൾ പലതും, സന്ധിവാദം, ആമവാദം ഉൾപ്പെടെ പലതും, ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ശരിക്കും ഓട്ടോഇമ്യൂൺ ഡിസീസ് കാറ്റഗറിയിൽ വരാം. എന്നിരുന്നാലും ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് സിദ്ധയിലെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. സിദ്ധയിൽ ഒത്തിരി ഡയഗ്നോസിസ് ടെക്നിക്സിൽ യൂസ് ചെയ്തിരുന്നു. അതിന് എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഇത്രയും സാങ്കേതിക വിദ്യകളൊന്നും അല്ലെങ്കിൽ ഇപ്പോഴത്തെ MRI സ്കാൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ മെഷർ ചെയ്തിട്ടുണ്ട്. ഇന്ന അളവിൽ സിംറ്റമാറ്റിക്കലി ഇന്ന അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന അസുഖമായിരിക്കും, അല്ലെങ്കിൽ അതിന് ഇന്ന മരുന്ന് കൊടുത്താൽ കുറയും എന്നുള്ളത് അവർ എങ്ങനെയാണ് ഒരു രോഗി കണ്ട് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഒന്ന് നാഡീ ചികിത്സ, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാതപിത്ത കഫം അതിന് ഇംബാലൻസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു മെഷർമെൻറ്റിന് ഉണ്ടാവുന്ന ഒരു ഏറ്റക്കുറച്ചിലനുസരിച്ച് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്താണ് അസുഖം എന്നുള്ളത്. പിന്നെ പ്രചാരത്തിലിരുന്ന ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മണിക്കടി നൂൽ ശാസ്ത്രം. ഒരു മനുഷ്യൻ്റെ മണിക്കെട്ട്, അതായത് കൈയുടെ മണിബന്ധം അളന്ന് നോക്കി കയ്യിലെ 4 വിരൽ വെച്ച് അളർന്ന് ആ അളവ് വച്ചിട്ട് എത്ര അളവ് വരുന്നു ആ അളവിനനുസരിച്ചുള്ള ഒരു അസുഖം അയാൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അത് ഒരു കാലത്ത് നല്ല വിജയ സാധ്യത ഉണ്ടായിരുന്നതും ഇന്നത് പല ആൾക്കാരും അന്വേഷിച്ച് വരുന്നുണ്ട്. മണിക്കട നൂൽ നോക്കുന്ന ഒരു ഹോസ്പിറ്റലാണോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. സത്യത്തിൽ അതിൻ്റെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ കൈത്തണ്ടിന് ഇത്ര അളവുണ്ടെന്നും എന്നാൽ അസുഖം വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫാറ്റ് കുറഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതെന്നുള്ളത് മനസ്സിലാക്കി മെഷർ ചെയ്താണ് ഇതിനുള്ള അസുഖം ഇന്നതെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിന് എന്താ പറയുക, ഒരു ആക്യുറസി എത്ര ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു 80% സക്സസ് ആണ്. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഇത് നോക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ
അളവ്, അതായത് ഒരു മണിബന്ധത്തിൻ്റെ അളവ് നോക്കി കൃത്യമായിട്ട് അവൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതെന്ന് പറയുന്നത് അന്ന് മൈന്യൂട്ടായിട്ടുള്ള ഒരു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിംറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു അസുഖബാധിതനായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൻ്റെ മുടിനാരിഴ വച്ചിട്ട് പോലും അവൻ അസുഖം എന്തുണ്ടാവും, അവൻ എന്താണ് ഫേസ് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ സിദ്ധേഴ്സിനുണ്ടായിരുന്നു ശരിക്കും. അതുപോലെ തന്നെ ഈ ചർമ്മത്തിൻ്റെ നിറം, പിന്നെ നാവിൻ്റെ നിറം, കണ്ണിൻ്റെ നിറം, അങ്ങനെ തുടങ്ങി പലതും ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നാക്കിനുണ്ടാവുന്ന നിറവ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ വര, അല്ലെങ്കിൽ ഒരു നമ്മൾ കണ്ടുണ്ടാവും വൈറ്റ് പാളി പോലെ ഉണ്ടാവും ചില ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം. അതുപോലെ തന്നെ നാക്കിനുണ്ടാവുന്ന വിള്ളൽ, ഇതൊക്കെ വച്ചിട്ട് അവർ ഡയഗ്നോസ് ചെയ്തിരുന്നു ഇന്ന അസുഖം ഈ ആൾക്ക് ഉണ്ടെന്നുള്ളത്. അതുപോലെ കണ്ണിലെ നിറവ്യത്യാസം, നഖത്തിലെ നിറവ്യത്യാസം, നഖം നോക്കിയിട്ട് നഖത്തിലുണ്ടാവുന്ന വരകൾ, അത് ഇന്നും എല്ലാവർക്കും അറിയാം. അനീമിക് ആണെങ്കിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഫാറ്റ് ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ അന്നും ഡയഗ്നോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വേറൊരു ടെക്നിക്കാണ് മണിക്കടை നൂൽ ശാസ്ത്രത്തെ പറ്റി അഗസ്ത്യർ ചൂടാമണി കയറ് സൂത്രം എന്ന ടെക്സ്റ്റിൽ നല്ല പോലെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി ഒത്തിരി കാര്യങ്ങൾ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അത് ഇന്നത്തെ നമ്മുടെ ക്ലിനിക്കുകളിൽ എല്ലാ ഡോക്ടേഴ്സും അത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ഡയഗ്നോസ്റ്റിക്സ് ടൂളാണ് നീർക്കുറി. അതായത് അത് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റൂൾസും, അതായത് മോഷനിൽ നിന്നുണ്ടാവുന്നത് മലമൂത്രം, അതായത് മോഷനും നമ്മുടെ യൂറിനും വച്ചിട്ട് അതിലുണ്ടാവുന്ന വേരിയേഷൻസ് വഴി ശരിക്കും അന്നത്തെ കാലത്ത് തന്നെ ഇതിലുണ്ടാവുന്ന ഡിഫറൻസിയേഷൻ മനസ്സിലാക്കി നേർക്കുറി എന്നുള്ള പേരിൽ തേരയർ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും എല്ലാ ഡോക്ടേഴ്സും നോക്കുന്നുണ്ട്. നമ്മുടെ സിദ്ധ കോളേജിലും അത് ട്രെയിനിങ് തരുന്നുണ്ട്. അതിപ്പം കാരണം അതിൽ യൂറിൻ എടുത്ത് വെച്ചിട്ട് യൂറിൻ്റെ കളർ വേരിയേഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അതിൽ ജിഞ്ചിലി ഓയിൽ ഇടുമ്പോൾ അതിനകത്ത് ആ ജിഞ്ചിലി ഓയിൽ വന്ന് വീഴുമ്പോഴുണ്ടാവുന്ന രീതി, അതായത് മുത്തുപോലെ കിടന്നു കഴിഞ്ഞാൽ കഫ പ്രശ്നമാണെന്ന്, ആഴി പോലെ പരന്നാൽ പിത്തമാണെന്നും, അല്ലെങ്കിൽ അത് സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ വാദമാണെന്നും, ഇത് താഴ്ന്നു പോയി. പിന്നെ ഇതിൽ തന്നെ ആൾക്ക് അസുഖം കുറയുമോ ഇല്ലെന്ന് വരെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരക്കുന്ന രീതി, സ്പ്രെഡായി പോകുന്ന രീതി വെച്ചിട്ട് ഈ അസുഖം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണോ, ഇതെല്ലാം നമുക്ക് ആ ഒരു യൂറിനിൽ ആ ജിഞ്ചിലി ഓയിൽ ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് പറ്റും. ഇതുകൂടാതെ തന്നെ നമുക്ക് ഈ നീർക്കുറി നോക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രകൃതം എന്താണെന്ന്, നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള പ്രകൃതം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ധാരണ നമുക്ക് കിട്ടും. കാരണം ഒരു മനുഷ്യന് അസുഖമില്ലാത്തൊരവസ്ഥയിലാണ് വെറുതെ നമുക്ക് നോക്കണം എൻ്റെ നാടി ഏതായിരിക്കും, എനിക്ക് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന നാടി ഏതായിരിക്കും എന്നറിയണമെങ്കിൽ നമ്മൾ നാടി നോക്കാം. നാടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഒരു ജന്മസിദ്ധമായി കിട്ടിയ നാടിയായിരിക്കാം. അല്ലെങ്കിൽ ഈ നീർക്കുറി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മൾ ഏത് ഇതിൽ പെട്ടതാണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണക്രമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ജ്യോതിഷമൊക്കെ നോക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് ചിലവൊന്നുമില്ലാതെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിദ്ധവൈദ്യത്തിലെ ഈ ഡയഗ്നോസ്റ്റിക് ടൂൾസ്. അത് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്ത് നല്ല അറിവുള്ള വിദഗ്ധരായിട്ടുള്ള സിദ്ധവൈദ്യന്മാരെ കണ്ട് നാഡി ഏതാണെന്ന് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നാഡി അറിഞ്ഞതിന് ശേഷം ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആയുഷ്കാലം മുഴുവനും ഒരു അസുഖവും ഇല്ലാതെ വളരെ ഹെൽത്തിയായി എല്ലാവരുടെ മുമ്പിലും പോസിറ്റീവായിട്ട് വൈബായിട്ട് നിൽക്കുവാനും നമുക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.